കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ പയ്യാവൂരിനെ ദുഃഖത്തിലാഴ്ത്തി +2 വിദ്യാർത്ഥിനിയുടെ മരണം. പയ്യാവൂർ സീക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ അയോന മോൻസനെയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു അയോനയ്ക്ക്. കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു ബുധനാഴ്ച രാത്രി മരണം സംഭവിച്ചത്. അയോനയെ മരണം തട്ടിയെടുത്തത് പഠിക്കാനും പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്ന എല്ലാവരുടെയും സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും ഒരു തീരെ നോവായി തന്നെ മാറിയിരിക്കുകയാണ്. അവർക്കിപ്പോഴും ആ വിഷമം കടന്ന് മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഓരോരുത്തരും ഇപ്പോൾ ഓരോ വാക്കുകൾ കൊണ്ടാണ് ആ കുട്ടിയെക്കുറിച്ച് എല്ലാവരും വിവരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ കൂടുതലും വിഷമം ഏറുന്നുവെന്ന് എല്ലാവരും ഒരുപോലെ വിവരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ഇന്നലെ മരിക്കുകയായിരുന്നു. കുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതോടെ ഡോക്ടർമാർ തന്നെ മാറ്റുകയും ചെയ്തു. ലാബ് മോഡൽ പരീക്ഷ നടക്കാനിരിക്കെയായിരുന്നു ഈ അപകടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിയെ കുടുംബപരമായ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെന്നാണ് വിവരം. ഈ മാസം 30-ന് അമ്മ വിദേശത്തേക്ക് പോകാനിരിക്കവെയായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. മോൻസൺ അനിത ദമ്പതികളുടെ മകളാണ്. മാർഫിൻ, ഏഞ്ചൽ എന്നീ 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ശവസംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് തിരൂർ സെയിന്റ് ഫ്രാൻസിസ് അസീസ് പള്ളി സെമിത്തേരിയിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മകളുടെ വേർപാടിന്റെ തീരാ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സമ്മതപത്രം നൽകിക്കൊണ്ട് മാതാപിതാക്കൾ മാതൃകയായി. അയോനയുടെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തതോടെ ഈ +2 വിദ്യാർത്ഥിനി ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും, തിരിച്ചുവരും. മരണത്തിലും പ്രകാശമായി മാറിയ അയോനയെ കണ്ണീരോടെയാണ് നാട് ഇപ്പോഴും ഓർക്കുന്നത്. പഠനത്തിലും കലാകായിക രംഗങ്ങളിലുമൊക്കെ തന്നെയും വളരെയധികം ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന അയോനയുടെ അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ വിയോഗം സഹപാഠികളെ ഇപ്പോൾ വല്ലാതെ അലട്ടിയിരിക്കുന്നത്. വെന്റിലേറ്ററിൽ ജീവനായി മല്ലിടുന്നതിനിടയിലും അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം ആ പെൺകുട്ടിയെ മരണമില്ലാത്തവളാക്കി മാറ്റി എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. മകളുടെ വിയോഗം ഉറപ്പായ നിമിഷത്തിൽ അവളുടെ അവയവങ്ങളിലൂടെ മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന് പിതാവും മാതാവും ഒരുപോലെ തീരുമാനിക്കുകയായിരുന്നു. അവളുടെ അവയവങ്ങളിലൂടെ മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന പിതാവ് മോൻസന്റെ വാക്കുകളും മാതാവ് സമ്മതം മൂളുകയുമായിരുന്നു. ഇതിൽ ഹൃദയം ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കായി വ്യോമമാർഗം എത്തിച്ചു. മറ്റ് അവയവങ്ങൾ കേരളത്തിലെ വിവിധ ആശുപത്രിയിലായി ചികിത്സയിലുള്ളവർക്ക് കൈമാറി. മരണത്തിൽ മറ്റുള്ളവയിലും അയോന ജീവിക്കുമെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ കുടുംബവും. അതോടൊപ്പമുള്ള ആശ്വാസത്തിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും അധ്യാപകരുമെല്ലാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.